വഴണയുടെ ഇലയില്ലേ, വഴണയില, ഇത് വെച്ച് നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ? എങ്കിലും ഒന്നും ഉണ്ടാക്കി കുടിച്ച് നോക്കട്ടെ. നല്ല മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ, നമുക്കുണ്ടല്ലോ ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടാനൊക്കെ ആയിട്ടും ആസ്മയും അലർജിയും തുമ്മലും ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ തലവേദനയും മൂക്കടപ്പൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, ഇതൊരു ഗ്ലാസ് കുടിച്ച് നോക്കട്ടോ, നല്ല ആശ്വാസം കിട്ടി. നല്ല ടേസ്റ്റും നല്ല മണമുള്ള അടിപൊളി ചായയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ഉണ്ടല്ലോ, അത് ചേർക്കാണ്ടും ഉണ്ടാക്കാം. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ വഴനയുടെ എല്ലാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇടനേല എന്ന് പല 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 പേരുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് ഉണക്കി എടുത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ ഒരു കൊല്ലം, ഒരു 6-7 മാസം ഇരുന്നാലൊന്നും കേടുവരില്ല. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 മാസമായി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചായ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി ഇല ഇട്ടാൽ മതി കേട്ടോ. ഒരു പകുതി ഇല ഇതുപോലെ പിച്ചി കീറി നമുക്ക് ചായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തോരം വെള്ളമാണോ വേണ്ടതെന്ന് വെച്ചിട്ട് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ചായ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഫി പൗഡർ നിങ്ങൾ വൈകുന്നേരം ടൈമിൽ, അതല്ല മഴ ടൈമിലൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ ഒരു 1 സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ തലവേദനയൊക്കെ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലവേദന പെട്ടെന്ന് പമ്പ് എടുക്കും കേട്ടോ. അപ്പം നല്ല മൈഗ്രൈൻ തലവേദനയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഈ ഏലക്ക നിങ്ങൾ ചേർക്കുവാണെങ്കിലോ വണ്ണം കുറയാനും ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കും നല്ലതാണ് കേട്ടോ. നല്ലൊരു ഹെർബൽ ടീ ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ ഏലക്ക ഇതുപോലെ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് ചതച്ച് അതും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ വണ്ണം കുറയാനൊക്കെ ആയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം വണ്ണം കുറയാനായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പട്ടയുണ്ടല്ലോ, പട്ട കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം. ആസ്മ, അലർജി, തുമ്മലൊക്കെ ഉള്ളവർക്ക് ഇത്ര ഐറ്റംസ് ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ കോഫി പൗഡർ ചേർക്കാണ്ടും ഇത്ര ഐറ്റംസ് മാത്രം ഇട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നല്ല മഴ ടൈമിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ തുറക്കും. പിന്നെ ചുമയും അതുപോലെ തന്നെ ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഒരുപാട് ഈ വഴനയുടെ ഇലയിലല്ലോ പൊട്ടാസ്യം, മഗ്നീഷ്യം, അതുപോലെ മാംഗനീസ്, അതുപോലെ കാൽസ്യം, അയണും അതുപോലെ സെലീനിയം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ഒരു ഇലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ വല്ല അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചായ ഉണ്ടാക്കി കുടിക്കാൻ നേരത്തെ നിങ്ങളൊന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണ്ട കഴിക്കാനായിട്ട്. കാരണം മുലയൂട്ടുന്ന അമ്മമാർ അതുപോലെ തന്നെ എന്താ ഈ ഗർഭിണികളൊക്കെ ഉണ്ടല്ലോ, അവരിത് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണ്ട കഴിക്കാവുള്ളൂ. പിന്നെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള ഈ ഗുളിക കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർ എടുത്ത് ചോദിച്ചിട്ട് കഴിക്കാവുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഇതുപോലെ നിങ്ങൾ ശർക്കര ഇട്ടാണ് സാധാരണ ആളുകൾ കഴിക്കുന്നത്. ഞാനിപ്പോൾ പഞ്ചസാര ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2-3 സ്പൂണോളം പഞ്ചസാരയും ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി കാപ്പി പൗഡർ ഇടാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ. വെള്ളത്തിൽ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ ഈ ഒരു വഴനയുടെ ഇലയും അതുപോലെ തന്നെ നിങ്ങൾ ചെറിയൊരു കഷ്ണം പട്ട ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ വയറ് കമ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഈ ഭക്ഷണത്തിന് ശേഷമൊക്കെ വയറ് കമ്പിക്കലും അസിഡിറ്റി പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ ചോറ് കഴിച്ചിട്ട് നമ്മൾ ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കത്തില്ലേ, അതുപോലെ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇലയും അതുപോലെ തന്നെ ഇഞ്ചി പട്ടയൊക്കെ ഇട്ടിട്ട് നിങ്ങളിങ്ങനെ വെറുതെ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മയിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്യാത്തൊരു കണി ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.